പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ചാനൽ പ്രവർത്തകൻ എന്നതിലുപരി മനുഷ്യ മനസ്സു മാധ്യമ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ലോകത്ത് വരുന്നത്. പക്ഷെ ഇവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിക്കാമെന്നുള്ളതാണ്, കോമൺ സെൻസ്. ഈ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, ഒരു പൊതുവെ പൊട്ടനായ ഒരു ആനക്കാരനായിരുന്നു. അയാൾ ആനയുടെ പുറത്ത് കയറി ഒരു ഉയരമൊക്കെ കുറഞ്ഞ ഒരു പാലത്തിൻ്റെ കീഴിലൂടെ പോകുമായിരുന്നു. അപ്പൊ അയാൾ ശരിക്കും ആ പാലത്തിന്റെ കീഴിൽ ചെല്ലുമ്പോൾ അയാളൊന്ന് താന്നു കൊടുക്കണമായിരുന്നു. കാര്യം പാലം തൊട്ട് തലയ്ക്ക് മുകളിലുണ്ട്. അപ്പം അയാൾ പക്ഷേ തല താഴ്ത്തില്ല. അപ്പോൾ ആന വളരെ വേഗത്തിൽ നടന്നു പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ തല പോയി പാലത്തിലടിച്ച് ഇയാൾ അവിടെ വീണ് ഒരു 15 സ്റ്റിച്ചിട്ട് ഇയാൾ ഹോസ്പിറ്റലിലായി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിന്റെ ഈ തല എങ്ങനെയാ പൊട്ടിയെന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു, പാലത്തിൽ പോയിട്ട് തലയടിച്ചു എന്ന് പറഞ്ഞു. അതെന്താ പറ്റി? അപ്പൊ പറഞ്ഞു, പാലത്തിന് ഉയരം കുറവായിരുന്നു, ആനയുടെ പുറത്തിരിക്കുകയായിരുന്നു, പക്ഷെ എന്റെ തല പോയി ഇടിച്ചു. അപ്പൊ നിനക്കൊന്ന് കുനിഞ്ഞങ്ങോട്ട് പൊയ്ക്കൂടായിരുന്നു എന്ന് ഡോക്ടർ ചോദിച്ചു. ഒരു കോമൺ സെൻസിൽ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ആന കുനിയുന്നു, ആന പറ്റിച്ചു, ആന കുനിഞ്ഞില്ല, എന്റെ തല പോയി ഇടിച്ചു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി മറ്റൊരാൾ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ചു പോയ സംഭവം കൊള്ളാവും. ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രം എഴുതാൻ പോകുന്നത് കോവിഡിന് മുമ്പും പിൻപും എന്നുള്ള രീതിയിലാണ്. കോവിഡ് കാലം, ഒരു 20 മാസക്കാലം കോവിഡ് നമ്മളെ അടക്കി വാണു. കൊറോണ എന്ന് പറയുന്നൊരു കൃമികീടം COVID-19 എന്ന പേരിട്ട് നമ്മളെ അടക്കി വാണു. ചാക്കാല ഉടനെ ഉണ്ട് എന്ന് വിശ്വസിച്ച് വിത്തിനിട്ടുന്ന ചേമ്പ് വരെ നമ്മൾ വിഴുങ്ങി തിന്നു. നമ്മുടെ അവതാരകയായ കുരുവിക്കോണത്തുകാരുടെ വീട്ടിലൊക്കെ ചേമ്പ് ഉള്ളതെല്ലാം അന്ന് തിന്ന് തീർത്തു. കാര്യം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഏത് സമയവും മരണം ഡോറ് കടന്നു വരും. മാത്രമല്ല, ഒരു കാലത്ത് മലയാളി ജനാലയും വാതിലുകളും തുറന്നിട്ട് അയൽവാസിയോട് എപ്പോഴും ബന്ധം സൂക്ഷിച്ചിരുന്നവരാണ്. ഈ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഈ വാതിലുകളെല്ലാം അടച്ചു കൂട്ടി. കാര്യം വൈറസ് ജനാലയ്ക്കകത്തൂടെ കയറി വന്നാൽ എന്ന് കരുതി കുട്ടി അടച്ചു. പിന്നെ തുറന്നില്ല, പിന്നെ തുറന്നിട്ടേ ഇല്ല. ഇന്ന് മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അപരാധം, നമ്മുടെ പുതിയ തലമുറ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളവർക്കെല്ലാം സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു, പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ്. നിങ്ങൾ വിശ്വസിച്ചോളൂ, കേരളത്തിൽ ഇപ്പോൾ 4.5 കോടി മൊബൈൽ ഫോണുണ്ട്. 3.5 കോടി മനുഷ്യർ ഈ നാട്ടിലുള്ളൂ. ചില വീടുകളിൽ ഒന്നിലധികം ഫോണുണ്ട്, ഒരാൾക്ക് തന്നെ 2-3 ഫോണുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നടക്കുന്ന ഫാഷനാണ്. എനിക്ക് 3 വണ്ടി ഉണ്ടെന്ന് പറയുന്നതായിരിക്കും. ഒരു ഫോൺ എടുത്ത് പോക്കറ്റിൽ വെച്ചേക്കും, ഓരോ ഫോൺ ആസനത്തിന്റെ കീഴിൽ വെച്ചേക്കും, പിന്നെ ഒരു ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചേക്കും. അപ്പൊ ഇങ്ങനെ ഈ ഫോൺ കിട്ടിയതോടെ വിദേശ നാടുകളിൽ, അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ഈ സ്മാർട്ട് ഫോൺ കൊടുത്തപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, പോണോ സൈറ്റുകളോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ലോക്ക് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തത്. നമ്മളിത് ലോക്ക് ചെയ്യാനൊന്നും പോയില്ല, തുറന്നങ്ങ് കൊടുത്തു. മൊത്തം അങ്ങ് തുറന്നു കുട്ടികൾ 16-18 മണിക്കൂർ ലോകത്തെ ടെലിഫോണിൽ സംസാരിക്കുന്ന ഒരു ജനവിഭാഗം എവിടെയുണ്ട് എന്ന് UN സെക്രട്ടറി എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരവേ ഉള്ളൂ: മലയാളി ജനസമൂഹം ഈ കൊച്ചു കേരളത്തിൽ. നമ്മൾ എത്ര മണിക്കൂറാണ് സംസാരിച്ച് നിൽക്കുന്നത്? അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫോണിന് പൈസ കൊടുക്കണമായിരുന്നു. അത് കാരണം നമ്മൾ കോളിന്റെ ഡ്യൂറേഷൻ കൂടാതിരിക്കാൻ നിലവിളിച്ചുണ്ടാകും, വേഗം പറ, പൈസ പോകുന്നു, നീ വേഗം പറ, നീ ഉറപ്പിട്ട് പൈസ കിട്ടിയില്ലേ. ഇങ്ങനെ ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര പോസിറ്റ് സംസാരിക്കുന്നത്. നീ അവിടെ ചെന്നപ്പോ കോമ ഇങ്ങനെ ഉണ്ടായിരുന്നു, ചോദിച്ചിരുന്നു, പിന്നെ ബാക്കി എന്താ സംഭവിച്ച്. മാത്രമല്ല, ഈ മലയാളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എപ്പോഴും സിനിമാറ്റിക്കാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരാളുടെ 100 രൂപ കടം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്ന് വെച്ചു. അപ്പോ ഈ നമുക്ക് ലാസ്റ്റ് സീക്വൻസ് ഓടിക്കുന്നവരെ ക്ഷമയോടെ നമ്മൾ കേൾക്കും. എന്നാലേ പണ്ടൊരു കാലത്ത് നമ്മുടെ നാട്ടിലൊരു പുരാണമുണ്ട്. അപ്പൊ പേരൊക്കെ പറയാൻ വലിയ പാടാണ്. രാവണൻ സീത അടിച്ചുകൊണ്ടുപോയി. ഇപ്പോഴും ഇഷ്ടം പോലെ രാവണന്മാരെ സീത അടിച്ചുകൊണ്ടുപോകാനായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ രാവണൻ സീത അടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ രാമന് വല്ലാത്ത ടെൻഷനായി സ്വാഭാവികമായിട്ടും. അപ്പൊ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ADC ആയ ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ, നീ ഒന്ന് ശ്രീലങ്ക വരെ പോയിട്ട് സീതയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി വരാൻ പറഞ്ഞു. ഹനുമാൻ ലങ്കയിലെത്തുന്നു. അപ്പൊ നോക്കിയപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം മടങ്ങി വരുമ്പം ടെൻഷൻ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരാമൻ.
അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ഇദ്ദേഹം നടക്കുക. അപ്പോ ഈ ഹനുമാനെ കണ്ട ഉടനെ തന്നെ ഇദ്ദേഹത്തിന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. ഇയാളൊരു റൊമാൻറ്റിക് ഹീറോ ആണല്ലോ നമ്മുടെ ശ്രീരാമൻ. അപ്പൊ ഈ ഉത്കണ്ഠ വർദ്ധിച്ചപ്പോ അദ്ദേഹം പറയുന്ന പുരാണത്തിൽ കണ്ടു ഞാൻ സീതയെ എന്നാണ് ആ കാവ്യശകലം തുടങ്ങുന്നത്. അതായത് അയാൾക്ക് അറിയേണ്ട നീ അവിടെ പോയിട്ട് ഈ ലങ്കയുടെ കൊട്ടാരത്തിൽ കയറിയപ്പോ നീ സീതയെ കണ്ടോ കണ്ടില്ലയോ എന്നാണ്. അല്ലാതെ ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ആളുകൾ ഞാനിപ്പോ സീത എവിടെയെന്ന് ചോദിച്ചു, അങ്ങനൊന്നുമില്ല. ആദ്യം ശ്രീരാമൻ അറിയേണ്ടത് കണ്ടു ഞാൻ സീതയെ എന്നാണ്. അതാണ് കണ്ട കണ്ടില്ലയോ. അപ്പൊ നമ്മൾ അങ്ങനെ സംസാരിച്ച് പഠിക്കണം. നമ്മൾ ആദ്യം കാര്യം പറഞ്ഞിട്ട് വേണം പിന്നെ വാല മറ്റുള്ള കാര്യങ്ങൾ പറയാൻ. മലയാളി ഇപ്പൊ അങ്ങനെയാണ്, ഭയങ്കര സംസാരപ്രിയരാണ് നമ്മൾ മലയാളികൾ. നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞ് വലിച്ചിടറി വളനാക്കി നാശമാക്കി കഴിഞ്ഞു. നമ്മൾ ഇതൊക്കെ യഥാർത്ഥ ഈ കോവിഡ് കാലത്ത് ശീലിച്ചത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു മൊബൈൽ ഫോൺ, നമുക്കിപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടിക്ക് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ ഫോണും പിടിച്ചുകൊണ്ട് വീട്ടിൽ അവിടെ ഇരിക്കുന്ന കാട്ടുപോത്താണോ മനുഷ്യരാണോ എന്ന് നോക്കാതെ നേരെ അവന്റെ മുറിയിലേക്ക് കയറി പോകും. അവൻ കാണുന്നില്ല അവിടെ നിന്ന്. എന്നിട്ട് മുറിയിൽ കയറി അവൻ അവിടെ നിന്ന് കുറ്റി അപ്പോഴേ ഇടും. കുറ്റിയിട്ട് അതിനകത്തിരുന്ന് ലോകത്തോട് സംസാരിക്കും. അപ്പോൾ ഒത്തിരി കഴിയുമ്പം അമ്മ അദ്ദേഹം കൂടെ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രാസലഹരിക്കാരൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ 9 വയസ്സ് പ്രായമുള്ള ഒരു MDMA കൊക്കയും ഇതൊക്കെ കഴിക്കുന്നവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് ഞെട്ടി. ഞാനത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് വയനാടിന്റെ ബോർഡറിലെത്തിയപ്പോൾ ഒരു പള്ളിക്കൂടത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇവിടെ മയക്കുമരുന്ന് രാസലഹരിക്ക് ഉപയോഗിക്കുന്ന ഒരുത്തന്റെ പ്രായം അവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7 വയസ്സുള്ള ഒരു കുട്ടി രാസലഹരിക്ക് അഡിക്റ്റായി പോകുന്നു. പല്ലൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകും. നമ്മൾ ഈ സാധനം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമ്മളൊക്കെ വലിയ ദുരഭിമാനികളാണ്. വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. പെൺപിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു കല്യാണമൊക്കെ കഴിയില്ലേ എന്നാണ് ആൾക്കാർ പറയുക. ഇപ്പൊ മാനസികമായ പ്രശ്നങ്ങളുള്ള മനോരോഗത്തിനൊക്കെ ഇത് ചികിത്സിക്കുന്ന കുട്ടികളെയൊക്കെ പുറത്തൊരു ഡോക്ടറോട് പറയാനൊക്കെ ഭയങ്കര മടിയാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, കേരളം അപ്പാടെ മാറി മറിയുന്നു. ഞാൻ ഈ വയനാട്, ഈ മൈസൂറിന്റെ ബാംഗ്ലൂരിന്റെ ഒക്കെ ബോർഡറിലൂടെ കേരളത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് വയനാട്ടിൽ. ആ സ്ഥലത്തിന്റെ അടുത്ത് വെച്ച് ഞാനൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ പരിചയപ്പെട്ടു. ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഇവൻ എന്റെ വിരലിങ്ങനെ പിടിച്ച് മടക്കി. തനിക്ക് വരെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ സ്മെല്ല് ചെയ്തു ഇവനൊരു രാസലഹരി വിൽപ്പനക്കാരനാണ്. ഞാൻ അവനെ പതുക്കെ ലൊക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നീ എത്ര കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു, സാറ് വലിയ വാദം അടിക്കരുത്, സാധനമെല്ലാം വേണം പറ, 1 മണിക്കൂറാണ് ഞാൻ കൊണ്ടുതരുന്നത്, അടുത്ത് കിട്ടുന്നു. അപ്പോൾ വനത്തിന് നടുവിലുള്ള ഈ ചില റൂട്ടുകളിലൂടെയാണ് ഇവരുടെ വരവ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ എനിക്ക് 3 പെൺമക്കളാണ്, ഇതിനെയൊക്കെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തും എന്നാ ഇവർ എന്നോട് പറഞ്ഞു. മലയാളിയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നീ 3 പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോൾ എത്ര കുടുംബങ്ങൾ വഴിയാധാരമാകും എന്ന് നിനക്ക് അറിയാമോ? അതൊന്നും എന്റെ ചിന്തയല്ലാതെ അതൊക്കെ സർക്കാർ നോക്കിക്കോട്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് സമ്മർദ്ദം സർക്കാരിനൊക്കെ ഉണ്ടാക്കിയ എന്റെ യാത്ര നിങ്ങൾക്കറിയാം. ഞാൻ ഈ 30 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞ് ഒരു യാത്ര കൂടി നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് ഒരമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകന്റെ ഭാവി നശിപ്പിച്ചവൻ തല തെറിച്ച് ചത്തുപോകും എന്ന് നിലവിളിച്ച് പറഞ്ഞൊരു അമ്മച്ചിയുണ്ട്. എന്റെ ജീവിതത്തിൽ ആ അമ്മച്ചിയുടെ തലയിൽ തീ ആളുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അമ്മമാരെ എനിക്ക് എന്നെന്തും എന്റെ വീക്കിലെത്താണ്. എന്റെ അമ്മ മരിച്ചുപോയി, എന്നാലും എന്റെ അമ്മയാണ് ഞാൻ ഈ നാട്ടിലെ ഓരോ അമ്മയിലും കാണുന്നത്. കാര്യം അമ്മയുടെ കണ്ണീരിന്റെ ഉപ്പുരസം മറ്റൊരാൾ ഒരച്ഛനും ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ അമ്മയാണ് ഒരാളെ നൊന്ത് പ്രസവിക്കുന്നതും അവന്റെ കൈകാര്യങ്ങൾ വളരുന്നതും അവന്റെ വികാര വായ്പകൾ മനസ്സിലാകുന്നതും. അതുകൊണ്ട് എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പെൺകുട്ടികളെ മനസ്സിലാകുന്നത് പോലെ ഒരാൾക്കും മനസ്സിലാകില്ല. നിങ്ങളൊക്കെ അമ്മമാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് മുറികളിൽ നിൽക്കുമ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഈ ലോകമൊക്കെ മാറുകയാണ്. പക്ഷേ നമുക്കാകെ 1.5 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും സർവനാശം വന്നു പോയാൽ എത്ര ടെക്നോളജി നമുക്കുണ്ടെന്ന് പറഞ്ഞാലും എത്ര നമ്മൾ വിജയിച്ചെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ നമുക്കൊന്നും നേടില്ല. ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയപ്പോൾ ഉപരിപഠനത്തിനായി UK പോയ ഒരു കുട്ടിയെ ഞാൻ കണ്ടു. അവൻ ശരിക്കും മാനസിക വൈകല്യത്തിലേക്ക് മൂക്കുകുത്തി വീണു. അവൻ മയക്കുമരുന്നിന്റെ അടിമയായി പോയി. അപ്പൊ എന്നെ കാണുമ്പോൾ അവനിങ്ങനെ ഭയക്കെട്ടതിനായിട്ട് എന്നെ ഇങ്ങനെ നോക്കുക, എന്തോ അപകടം വന്നതുപോലെ. അപ്പൊ എന്റെ അടുത്ത് നിന്ന ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ അവൻ കയറി തല്ലും, ഇത്തിരി അക്രമകാരിയാണെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അവന്റെ തല്ലി കിട്ടി അതും ഒരു അനുഭവമില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം,
നമ്മളോട് ഹോസ്റ്റൽ മുറികളിലൊക്കെ ചെല്ലുമ്പോൾ പല കുട്ടികളും നമ്മോട് പറയും ഇങ്ങനെ ഇതൊരു സംഭവമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സിനിമയിലെ അഭിനയിക്കുന്ന ചില ആളുകളൊക്കെ പറയും അവരുടെ അഭിനയത്തിന്റെ മുഴുവൻ പ്രാഗൽഭ്യവും പ്രതിഭാ സാന്നിധ്യവും പുറത്തെടുക്കണമെങ്കിൽ ഈ സാധനം എത്തിച്ചെല്ലണമെന്ന പല ആൾക്കാരും കഞ്ചാവ് അടിച്ചിട്ട് അഭിനയിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, കഞ്ചാവ് നന്നായി മണക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ വരവ്. അത്യാവശ്യം കൂടുതൽ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരോടെ ഉണ്ട്. ഒരാൾക്കും കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രതിഭാ സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയില്ല. ഒരു പ്രതിഭയും പുറത്തേക്ക് വരില്ല. ഒരിക്കലും ഡോക്ടർ എന്നോട് പറഞ്ഞു, നിരന്തരം കഞ്ചാവ് വലിക്കുന്ന ഒരാളിന്റെ ശരീരത്തേക്ക് മരുന്ന് കയറുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം മരുന്നൊന്നും ആക്ട് ചെയ്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകും. നമ്മൾ അത്ഭുതപ്പെടുന്ന ലോകമാണ്. ഞാൻ ഈ കോവിഡ് കാലത്ത്